Hey guys, welcome back to our channel. ഈ വീട്ടിൽ എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ കുറേ അധികം മെമ്മറീസ് ഉണ്ട്. യൂട്യൂബ് ഓൾ ദി ബെസ്റ്റ്. വിചാരിച്ചു കിച്ചൺ ഐറ്റംസ് ഒക്കെ ഈ ഒരു ബോക്സിലേക്ക് പാക്ക് ചെയ്യാം. എൻ്റെ ദൈവം, ഇതൊരാളുടെ റൂമാണോ അതോ വേറെ എന്തെങ്കിലും ആണോ? ഇതെന്തോന്നു ചോരയോ? സംതിങ് ഗുഡ്. മാരപ്പട്ടി. പേരെന്താ? സുഖാണോ? നമ്മളിപ്പം നമസ്തേ ഇന്ത്യ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. അരെ ബോലിയാ अरे मत बोलिए. പാൻചോ വീഡിയോ കാണണം, സെക്കൻഡ് വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇതൊക്കെ കണ്ട സ്ഥിതിക്ക് ഇനി ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് കാണാം. ഇന്ന് ഞാൻ മേജർ ആയിട്ടുള്ള ഒരു ലൈഫ് അപ്ഡേറ്റ് തരാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ മൂവിങ് ഔട്ട് ഓഫ് ദിസ് ഹൗസ്. കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഞാൻ ഈ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ബട്ട് വി ആർ നൗ മൂവിങ് ഔട്ട്. നമ്മുടെ ലീസ് കഴിഞ്ഞു. അപ്പൊ പുതിയത് ഒരു അടിപൊളി അപ്പാർട്ട്മെന്റ് ആണ്. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ ഷെയർ ചെയ്യാം. I am so excited and little bit tensed because of moving. So let's get into the video. അത്രയ്ക്ക് സൂക്ഷിച്ചൊന്നും നോക്കണ്ട. ഇത് അത് തന്നെ, ജാമുവാൻ്റെ കാലത്തുള്ള വീട്. ഈ ഒരു പഴയ വീട്ടിലാണ് ഞാൻ ഒരു വർഷമായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത്. ഒന്നും കിട്ടാത്തത് കൊണ്ടും പിന്നെ കുറച്ച് പേരൊക്കെ പറ്റിച്ചത് കൊണ്ടുമാണ് നമ്മൾ ഈ വീട് എടുത്തത്. ഈ വീട് ലീസിനെടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞു. അങ്ങനെ ഫൈനലി ഈ വീട്ടിൽ നിന്ന് പോവാണ്. ഇതാണ് ഈ വീടിൻ്റെ ബാക്ക് യാർഡൊക്കെ അടിപൊളിയാണ്. എൻ്റെ വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇതായിരുന്നു ചില വീഡിയോസിന്. അങ്ങനെ സമ്മർ ആകുമ്പോൾ മാത്രം ഇത് കാണാൻ കൊള്ളാം. ഇതിൽ കൂടെ ഇറങ്ങി നടക്കാനൊക്കെ കൊള്ളാം. പിന്നെ ഗാർബേജ് കളയാൻ മാത്രമാണ് ഈ വഴിയൊക്കെ വരാറ്. ഈ വീട്ടിൽ എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ കുറേ അധികം മെമ്മറീസ് ഉണ്ട് ഈ വീട്ടിൽ. ഈ വീട്ടിൽ നിന്ന് എല്ലാവരും മൂവ് ഔട്ട് ചെയ്യുകയാണ്. ഈ വീട് ഓക്കെ ആയിരുന്നു, പക്ഷേ യൂട്ടിലിറ്റീസ് ഒക്കെ കുറച്ച് എക്സ്ട്രാ വരും. പിന്നെ അടുത്തങ്ങനെ ബസ് സ്റ്റോപ്പ് ഒന്നുമില്ല. ഒരു 5 മിനിറ്റ്സ്, കോളേജിലേക്ക് പോകണമെങ്കിൽ 10 മിനിറ്റ്സ് നടക്കണം, എന്നിട്ടാണ് ബസ് കിട്ടുക. എപ്പോഴുള്ള ബസ്സൊന്നുമില്ല. ആ ഒരു റീസൺസ് കൊണ്ടൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ലീസ് കഴിയുമ്പോൾ തന്നെ മൂവ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഒരു 1.5 മാസമായിട്ട് അതിൻ്റെ പിന്നിലുള്ള അന്വേഷണമൊക്കെ ആയിരുന്നു. അങ്ങനെ ഫൈനലി ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടി. ദാറ്റ്സ് ദ ബെസ്റ്റ് അപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ തന്നെ പറയാം. ഏറ്റവും ബെസ്റ്റാണ്. കാരണം ഞാൻ ഇവിടെ കാനഡയിൽ വന്നതിന് ശേഷം ഇത്ര അടിപൊളിയായിട്ടുള്ള സ്ഥലത്ത് ആദ്യമായിട്ടാണ് താമസിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് കാരണം ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ്, അതുപോലെ തന്നെ കുറച്ച് ടെൻസ്ഡും ആണ്. അതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഗൈസ്, ലെറ്റ്സ് ഗോ ആൻഡ് പാക്ക്. ഇപ്പം കൈ തന്നിട്ട് പോയ ആളാണ് ഈ വീട്ടിലെ ഒരു റൂമിൽ താമസിച്ചുകൊണ്ടിരുന്ന ഗുജറാത്തി. പുള്ളി 2 ദിവസം മുന്നേ മുങ്ങി മീൻസ് പുള്ളിയുടെ റൂമും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് പോയത്. എന്നാൽ പോലും അതല്ലാതെ വലിയ മേജറായിട്ടുള്ള ക്ലീനിങ്ങിലൊന്നും ഹെൽപ്പ് ചെയ്തില്ല. അതായത് കിച്ചൺ, വാഷ്റൂം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ ക്ലീനിങ്ങിന് ഹെൽപ്പ് ചെയ്തില്ല. അപ്പോൾ ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ക്ലീൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ പാക്ക് ചെയ്യാനുള്ള എനർജി കിട്ടാൻ വേണ്ടി കുറച്ച് ഫുഡ് കഴിക്കാൻ പോവാണ്. വേറെ ഒന്നും കാര്യമായിട്ട് ഞാൻ ഇവിടെ കുക്ക് ചെയ്യുന്നില്ല. ആകെ പൊറോട്ട പിന്നെ എന്തെങ്കിലും കറി, ഇത്രേ ഉള്ളൂ. കാരണം ഇനി ഇവിടെ കാര്യമായിട്ട് കുക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ കിച്ചൺ, ഗ്യാസ് സ്റ്റൗ അതെല്ലാം ആദ്യം മെസ്സാവും. അപ്പോൾ അത് വേണ്ട. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത കറിയും പൊറോട്ടയാണ് കഴിക്കുന്നത്. അപ്പം ഇതൊക്കെ സിങ്കൊക്കെ ഒരുവിധം വൃത്തിയാക്കി, എന്നാലും ഇനിയും വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. ബാക്കിയെല്ലാം ഞാൻ ഓൾമോസ്റ്റ് പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ കുറച്ച് ക്ലോത്ത്സ് മാത്രമേ പുറത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു കിച്ചൺ ഐറ്റംസ് ഒക്കെ ഈ ഒരു ബോക്സിലേക്ക് പാക്ക് ചെയ്യാന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് എനിക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണം. കുക്ക് ചെയ്തിട്ട് കഴിച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനായിട്ട്. ഞാൻ എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ടായിരുന്നതൊക്കെ കുറേയൊക്കെ കളയാനുണ്ട്, കുറേയൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇന്ന് പാക്ക് ചെയ്യും. പാക്ക് ചെയ്തെല്ലാം മേലെ കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കും. നാളെ എന്നിട്ട് ഇവിടെ ഇൻസ്പെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് 8:30 ആകുമ്പം അപ്പാർട്ട്മെന്റിൽ പോയിട്ട് കീ കളക്ട് ചെയ്യണം. 8:30 അപ്പോയിന്റ്മെന്റ്. നാളെ അത് പുതുതായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ബിൽഡിംഗ് ആണ്. അപ്പോൾ നാളെ അവിടെ പോയി കീ കളക്ട് ചെയ്യണം. എന്നിട്ട് വന്നിട്ട് യു-ഹോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാം പാക്ക് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ ആദ്യം എന്തായാലും നമുക്ക് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഞാൻ എന്തായി വീണ്ടും കഴിക്കാൻ പോകുന്നതെന്ന്. ആദ്യത്തെ കഴിച്ചത് കഴിഞ്ഞിട്ട് ഒരുവിധം എല്ലാം ഒന്ന് പാക്ക് ചെയ്തു. ഇനി കിച്ചണിലെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. മെയിനായിട്ട് നമുക്ക് വന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ 6 പേരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു 4 ബെഡ്റൂം ആണ്. അപ്പോൾ ഇവരെല്ലാവരും ഇവിടുന്ന് പോയി. ആകെ ഇനി ഞാനും ദിവാൻഷും പിന്നെ ഒരു ഗുജറാത്തി ചേട്ടനും മാത്രമേ ബാക്കിയുള്ളൂ.
അപ്പോൾ ഇവരാരും അവരുടെ ഗാർബേജോ ഒന്നും കളയാതെയാണ് പോയത്. അതായത് എല്ലാം ഫ്രിഡ്ജ് പിന്നെ അവരുടെ റൂമിലാണെങ്കിലും ഫുൾ ഗാർബേജ് ഒക്കെ നിരന്നിരിക്കുവാണ്. ഒന്നും എടുത്ത് കളഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങൾ ഇനി ഒന്നീന്ന് തുടങ്ങണം. അതായത് ഫ്രിഡ്ജിൽ എല്ലാം എടുത്ത് പുറത്ത് വെച്ച് കുറേയൊക്കെ കളഞ്ഞ് ഫ്രിഡ്ജ് മൊത്തം വൃത്തിയാക്കണം. അത് കഴിഞ്ഞ് ഇവരുടെ റൂം പോയി വൃത്തിയാക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ. ഇങ്ങോട്ടേക്കാണ് നമ്മളെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ പോകുന്നത്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു, എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. ബാക്കി പെട്ടിയും കാര്യങ്ങളൊക്കെ ദിവാൻഷ് എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ദിവാൻഷാണ് അതെല്ലാം കൊണ്ടുവരാൻ പോകുന്നത്. ഇതൊക്കെ ഇടയിൽ വന്നതിന് ശേഷം ഇതെന്റെ 4ാമത്തെ അക്കോമഡേഷൻ ആണ്. ഫസ്റ്റ് ഫോർട്ട് മക്കിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോൾ ഒരു ബേസ്മെന്റിലായിരുന്നു. അവിടെ ഞാൻ 2 മാസം നിന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ തന്നെ അവിടുന്ന് മാറി. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തായിരിക്കും റീസൺ എന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു. ഇവിടെ ഇപ്പൊ 1 year ആയി. ലീസ് കഴിഞ്ഞു. അപ്പൊ ഇതൊരു 4 bedroom-ആ. ഇവിടുന്ന് എല്ലാവരും മൂവ് ചെയ്യുക. അപ്പൊ എനിക്ക് മാത്രമായിട്ട് ഇവിടെ റെന്റ് കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വേറൊരു അപ്പാർട്ട്മെന്റ് കിട്ടി. അപ്പൊ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് പഞ്ചാബി ഉണ്ടല്ലോ, ദിവാൻഷു ബെഹലുണ്ട്. പിന്നെ 2 ഗേൾസ് ഉണ്ട്. അവര് നോർത്ത് ഇന്ത്യൻസ് ആണ്. അപ്പൊ അവരെയൊന്നും എനിക്ക് വലിയ പരിചയമില്ല. ഇതൊക്കെ ഇനി വഴിയെ പരിചയപ്പെടാം. ഇതാണ് ഇപ്പത്തെ ഒരു സ്റ്റോറി. നിങ്ങളിപ്പോൾ ഈ കാണുന്ന കിച്ചണിലായിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കാരണം ഇത് നമ്മൾ ഇനി തുടങ്ങാൻ പോകണം. അതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു റൂമിലെ ഒരാൾ ഒരു 2 ദിവസം മുന്നേ ഇവിടുന്ന് മുങ്ങി. ഇതാണ് പുള്ളിയുടെ റൂം. ഇതിൽ മനുഷ്യനാണോ അതോ, ഞാൻ കൂടുതലൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല. കാരണം 1 വർഷത്തോളമായ ഫുള്ള് ഗാർബേജ് ഈ റൂമിലുണ്ടായിരുന്നു. പുള്ളി ഒന്നും ക്ലീൻ ചെയ്തില്ല. ഞങ്ങൾ എന്നിട്ട് മെസ്സേജ് അയച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അത് നിങ്ങളങ്ങ് ക്ലീൻ ചെയ്യുക, ഞാനിപ്പോൾ BCയിലാണ് ഉള്ളതെന്ന്. പുള്ളീൻ്റെ പകുതി സാധനങ്ങളും എടുത്തിട്ടില്ല. ഫുഡ് വേസ്റ്റ് മുതൽ എല്ലാം ആ റൂമിലുണ്ടായിരുന്നു. അത് പിന്നെ എങ്ങനെയൊക്കെയൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അതിന് മുന്നേ തന്നെ ഞാൻ വിചാരിച്ചു കിച്ചണിൽ നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഒരു ബോക്സിലേക്കും ഒരു കവറിലേക്കൊക്കെ ആയിട്ട് മാറ്റാം. അപ്പം അതാകുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ എളുപ്പമുണ്ടല്ലോ. ബാക്കിയൊക്കെ അങ്ങ് കളഞ്ഞാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ലീസ് ഉള്ള കാരണം നമുക്ക് എന്തായാലും ഇതിപ്പോ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല. അതാണ് നമ്മളിപ്പോ ഇതും ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയായി. ഇത് മാത്രല്ല കുറെ മെസ് ഉണ്ട് ഇവിടെ. അത് ഫുൾ മെസ്സാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ് വൺ. എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റുമെന്ന്. കാരണം എനിക്ക് ഒരിക്കലും ഇങ്ങനെ പറ്റത്തില്ല. കാരണം നമ്മളൊരു സ്ഥലത്ത് ജീവിച്ച് താമസിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മൂവ് ചെയ്യുമ്പം അവിടുത്തെ എല്ലാം എടുത്ത് കളയേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. അങ്ങനെയാണല്ലോ വേണ്ടത്. ഞാനിപ്പോൾ എന്നെ പൊക്കി പറയുന്നു അങ്ങനെയൊന്നും അല്ല, എന്നാലും അത് അങ്ങനെയാണ്. ഇതിപ്പം ഇവനിപ്പോൾ എങ്ങനെ ഇങ്ങനെ പോകാൻ തോന്നിയത് എന്നൊന്നും ഞങ്ങൾക്കറിയത്തില്ല. അവൻ പോയി എന്നിട്ട് അവൻ പറയുന്നു നിങ്ങൾ ക്ലീൻ ചെയ്യുക, ഞാനിപ്പോൾ BCയിലാണ് ഉള്ളതെന്ന്. അവന് BCയിൽ പോകണം എന്നുള്ള കാര്യം അവൻ അറിയാമായിരുന്നല്ലോ. അപ്പോൾ അവനത് എടുത്ത് കളഞ്ഞിട്ട് വേണമായിരുന്നു പോവാൻ. ഇനിയിപ്പോൾ അത് എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്തൊക്കെയായാലും എനിക്കന്ന് നല്ല ദേഷ്യം വന്നായിരുന്നു. കാരണം എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യണം, ക്ലീൻ ചെയ്യണം, അതിൻ്റെ കൂടെ ഇതെന്താണെന്ന് അറിയത്തില്ല. പുള്ളിയുടെ റൂമിലുള്ള ഗാർബേജ് ബാഗൊക്കെ മാറ്റിക്കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എന്തോ ലിക്വിഡാണ്. പക്ഷെ തുടച്ചപ്പോൾ തന്നെ ഒന്നും പോന്നു. അത് കാരണം രക്ഷപ്പെട്ടു. Same in Malayalam word which I taught you. Answer something good. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് പാക്കിങ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് 2 ദിവസം ഇട്ട ഡ്രസ്സും പിന്നെ ബെഡ്ഷീറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലാസ്റ്റ് മൊമെൻറ്റിൽ പാക്ക് ചെയ്തത്. അങ്ങനെ പാക്കിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു. പക്ഷെ എന്നാലും ഇനിയും കുറച്ചുകൂടി ഉണ്ട്. പക്ഷെ നമുക്കിപ്പം അതിനുള്ള എനർജി ഇല്ല. ഇപ്പോൾ തന്നെ ഈവനിങ് ഒരു 5 ആയി. അപ്പോൾ വിചാരിച്ചു പുറത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന്. എന്നാൽ കുറച്ചുകൂടി എനർജി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോവാണ്. 9:30 थोड़ा मुश्किल है दीदी। ये मैं क्योंकि Divanshu, can I ask you something? Say the words which you know in Malayalam. Don't say anything bad. Don't say anything bad. Say only good words, okay? What will you ask when you see a Malayali for the first time? പേരെന്താ? Okay. And like, how are you? Look into the camera. I forgot how was that. How are you? Su. സുഖാണോ? Okay. Are you excited to go to the new apartment? Say something. Yeah. What do you think about this house? Bad. Very bad? Why? Very expensive. Okay. How was your experience living here? Very bad.
Very bad. And like 1 or 2 reasons. No, just very bad. It's very hard. Long story. I can't. Okay, are you hungry now? Yeah. Okay, let's go. Just repeat the Malayalam sentence which I am saying, okay? Mm. Look into the camera, please. എല്ലാവരും എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ കാണണം. Second, വീഡിയോ കാണണം. സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഊബർ വന്നു. Your evolving needs with flexible coverage options from TD Insurance. Only pay for what you need. Catch the latest road sign podcast. WS. Being open to new experiences matters well. According to a study published in Proceedings of the National Academy of Sciences, NIS. നമ്മളിപ്പം നമസ്തേ ഇന്ത്യ റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിന് മുന്നേ ഇവിടുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എന്തൊരു അടിപൊളി ആംബിയൻസ് ആണെന്നറിയോ. ജസ്റ്റ് ഷോ ദം ദ ആംബിയൻസ്. അടിപൊളിയാണ് ഇവിടുത്തെ ആംബിയൻസ്. വളരെ വലുതാണ്. ഫുഡ് ഓപ്ഷൻസ് ആണെങ്കിലും കുറേ ഉണ്ട്. ഷോ ദിസ് പ്ലീസ്. കുറേ ഫുഡ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടർ ഓർഡർ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടർ പനീർ പക്കോട ആൻഡ് ചാമ്പ്. I don't know what. Yeah, I'm gonna eat it for the first time. Let's see. And yeah, that. I'm very hungry. Ordered food. I haven't eaten anything in last 16 hours. Very, very hungry now. 16 hours. Yeah. Ordered KFC last night but didn't like it, so I had to throw whole burger. ഇതാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ. അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോടൊക്കെ സംസാരിച്ച്, നമ്മുടെ കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരാളാണ്. നമുക്കങ്ങനെ നേരത്തെ അറിയത്തൊന്നുമില്ല. എന്നാലും നല്ല കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. Excited for the food? Who gets excited for the food? I'm hungry. ഇങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. പനീർ പക്കോട ആൻഡ് ചാമ്പ്. വാട്ട് ചാമ്പ്? ഫുഡിൻ്റെ കാര്യം പിന്നെ ഒന്നും പറയാനില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇത്രയൊക്കെ ട്രൈ ചെയ്യുന്നത്. എനിക്ക് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ദിവാൻഷാണ് എന്നെ മിക്കതും ട്രൈ ചെയ്യിപ്പിക്കുന്നതും. എല്ലാം തന്നെ അടിപൊളിയാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ഇതും ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. പക്ഷേ അപ്പം തന്നെ എനിക്കിഷ്ടമായി. ഇനിയും ട്രൈ ചെയ്യണം, ഇനിയും അവിടെ പോകണം എന്ന് എനിക്കുണ്ട്. So tasty. Tastes like chicken, right? It is soya. Oh, this is soya? Try with them. Sorry. സെക്കൻഡ് നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ മഞ്ചൂരിയൻ ആൻഡ് ബട്ടർ നാൻ. പിന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പോയാൽ എനിക്കിത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മുടെ ലസ്സി. ഇന്ന് ഞാൻ മാംഗോ ലസ്സിയാണ് ഓർഡർ ചെയ്തത്. How was lassi and how was food? बोलिया. What did you say? बोलिया? You don't rape Hindi, please. अरे बोलिया. अरे मत बोलिए. अरे बोलिया. You Randy Babu, no. Let me try my Hindi. What's your problem? You will get me beaten by some guys here. What kind of Hindi you are speaking? आज हम फूड ईट करते हैं और ये फूड अच्छा है. बहुत अच्छा है. बहुत फ्री में अच्छा है. This restaurant is really good, right? Panjo. Say something in Malayalam. മാറാപ്പട്ടി പോടാ. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഞാനിപ്പോൾ പെയിൻറ്റിങ്ങും പഠിച്ചു. നമ്മൾ കിച്ചണൊക്കെ ശരിക്കും ക്ലീൻ ചെയ്തെങ്കിലും അതൊന്നും അത്ര ഒരു വൈറ്റ് അങ്ങനെ ഒരു കളറല്ല. കാരണം ഇതൊരു പഴയ വീടാണ്. പക്ഷേ ലാൻഡ് ലോഡ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കും.
അത് കാരണം ഞങ്ങൾ പിന്നെ കിച്ചണിൽ കുറച്ചൊക്കെ പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു. സമയം ഇപ്പോൾ ഇവിടെ രാവിലെ വെളുപ്പിന് 2 മണിയായി. ശത്രുക്കൾക്ക് പോലും ഈ ഒരു ഗതി വരരുത്. ഞാൻ ഇപ്പോഴും ഇവിടെ എന്താ ചെയ്തേ നോക്ക്. ഒരു മണിക്കൂറായിട്ട് പെയിൻറ് പണിയായിരുന്നു. അപ്പം അതിനിപ്പോൾ ഇവിടെ മോപ്പിങ് തുടങ്ങി. നാളെ രാവിലെ മൂവ് ചെയ്യും വേണം. മൊത്തം കഷ്ടം. ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ സമയം രാവിലെ ഒരു 7 മണിയായി. ഞാൻ 6:30 ആയപ്പോൾ എണീറ്റു. പക്ഷെ ഞാൻ കടന്നത് ഒരു 3:30 ആയപ്പോഴാണ്. അങ്ങനെ റെഡിയായി. ഇനി എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഗാർബേജ് ഇല്ലേ, ഇതൊക്കെ നമുക്ക് അവിടെ കൊണ്ട് കളയണം. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ രാവിലത്തെ ടാസ്ക്. ഓക്കെ, എന്നാൽ പിന്നെ അത് ചെയ്തിട്ട് വരാം. ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ തൊട്ട് കളക്ട് ചെയ്ത വേസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ പുറകിലുള്ള ഗാർബേജ് ബിന്നിൽ കൊണ്ടുപോയിടുവാണ്. പക്ഷേ ഈ ഗാർബേജ് ബിന്നിൽ ഇട്ടതിന് ലാൻഡ് ലോഡ് സീനാക്കി. കാരണം നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ ഗാർബേജ് എടുത്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി ഞങ്ങൾ ഇവിടുന്ന് ഫുള്ള് എല്ലാം സെറ്റിലായി എല്ലാം പറഞ്ഞ് പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. പുതിയ അപ്പാർട്ട്മെൻറ്റിൽ മൂവിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തി വിളിച്ച് പ്രശ്നം ഉണ്ടാക്കി. നിങ്ങൾ പോയ സമയത്ത് നിങ്ങളുടെ ഗാർബേജ് നിങ്ങൾ എടുത്തുകൊണ്ട് പോകണമായിരുന്നു, അത് എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല എന്നും പറഞ്ഞുകൊണ്ട് അത് കാരണം ഞങ്ങൾ പിന്നെ തിരിച്ചു വന്ന് വണ്ടി വിളിച്ച് എല്ലാ ഗാർബേജും പിന്നെ എടുത്ത് ഒരു എക്കോ സ്റ്റേഷനിലും പിന്നെ അതുപോലെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെയും ഒക്കെ ഡംപ് ചെയ്യുകയാണ് ചെയ്തത്. കുറേയൊക്കെ നമ്മൾ എക്കോ സ്റ്റേഷനിലാണ്, ടോയ്ലറ്റ് സീറ്റും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഡംപ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ അവിടെ കൊണ്ട് കളഞ്ഞു. ഡിസ്കസ്റ്റിംഗ്. നമുക്ക് 8:30 അപ്പോയിൻമെൻറ്റ്. 8:30 അവിടെ എത്തി കീ വാങ്ങണം. യു-ഹോൾ ഐ ഗസ് 9 മണിക്കേ വരുള്ളൂ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കീ ആണ് പ്രയോറിറ്റി. ഇതൊക്കെ ഇവിടെ താമസിച്ച കുറച്ച് മഹാന്മാർ ഇട്ടിട്ട് പോയതാണ്. ഒന്നും ഒരു ഗാർബേജ് ബാഗിലിട്ട് പുറകെ കൊണ്ട് വെക്കാൻ പറ്റില്ലല്ലോ. അതിപ്പോൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇടണ്ടേ, അങ്ങനെ ഇവിടേക്ക് ഇട്ടിട്ട് പോയതാണിത്. ഒരു 8 AM ആയപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് കീ കളക്ട് ചെയ്യാൻ വേണ്ടി ഊബർ ബുക്ക് ചെയ്ത് പോയി. റിസ്ക് എടുക്കാൻ നിന്നില്ല. കറക്റ്റ് 8:30 തന്നെ എത്തി കീ കളക്ട് ചെയ്തു. കാരണം ഇത് ഇന്ന് ഓപ്പൺ ചെയ്യുന്ന പുതിയ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ കുറേ പേര് ഇന്ന് മൂവ് ഇൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷാർപ്പ് 8:30 ആയപ്പോൾ തന്നെ എത്തി. അങ്ങനെ ഇവരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നവർ. അങ്ങനെ നമ്മൾ കീ ഒക്കെ കളക്ട് ചെയ്ത് ഹാപ്പിയായി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ വലിയ ഗാർബേജ് ബിൻ. അപ്പം ബിന്നല്ല, കണ്ടെയ്നർ. ഇതാണ് നമ്മുടെ സറൗണ്ടിങ്സ്. എല്ലാം അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ യു-ഹോൾ വന്നു. യു-ഹോൾ 9 മണിയായപ്പോഴെത്തി. എൻ്റെ കൂടെ ഫ്രഷ് കോയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് ഹർദീപാണ് യു-ഹോൾ ഓടിച്ചത്. അത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ എല്ലാം നമ്മളിവിടെ എത്തിച്ചു. ഇതാണ് നമ്മുടെ, മറ്റത് അവരുടെയാണ്. നമുക്കിവിടെ പൂളുണ്ട്. നമ്മുടെ പുതിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഉടനെ പറയുന്നതാണ്. കാരണം ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. സമയം ഇപ്പോൾ ഇവിടെ 12:30. ഇതുവരെ മൂവിങ് കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം ഇനി അപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടുപോകാനുണ്ട്. മടുത്തു. അങ്ങനെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഡീറ്റെയിൽസും അപ്പാർട്ട്മെൻറ്റ് ടൂറൊക്കെ ആയിട്ട് ഞാൻ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.